ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് ചെയ്തത് ഇതാരാ ചെയ്തെന്ന് ചോദിച്ചിട്ടില്ലടാ. എനിക്കറിയില്ല. ആ വിശ്വാസം നിലനിർത്താൻ കഴിയണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇനി കുറച്ചു കാലത്തേക്ക് അച്ഛമ്മ കൂട്ടിനുള്ളത് നിനക്കൊരു ബലമായിരിക്കും. വിക്രമിന്റെ ഈ സ്വഭാവം അച്ഛമ്മ മനസ്സിലാക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം മോളെ. എന്നാ വാ. അച്ഛനും അമ്മയ്ക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? നന്നായിരുന്നു മോനെ. പാചകം ചെയ്ത ആൾക്ക് നല്ല കൈപുണ്യമാ. പാചകം പോലെ തന്നെയാ വത്സലയുടെ സ്വഭാവവും. ഇക്കാലത്ത് ഇങ്ങനെ ഒരാളെ സഹായിയായി കിട്ടിയത് വലിയ കാര്യ. അല്ല, മുത്തശ്ശി ഒന്നും പറഞ്ഞില്ലല്ലോ. ആ, പാചകം തരക്കേടില്ലെന്ന് പറയാം. വത്സലയുടെ പാചകത്തിന് ചില അപാകതകളൊക്കെ ഉണ്ട്. ആ, വർഷയുടെ പ്രസവം കഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാം നമുക്ക് നേരെയാക്കാന്നേ. അമ്മ ഗുരുനാഥ ചമഞ്ഞ് എല്ലാം ഒറ്റ വിഭവമാക്കാതിരുന്നാ മതി. പോടി അവിടുന്ന്. സമയം വൈകിയല്ലോ. വന്ദന ഇത് എന്തെടുക്കയാ? വന്ദനെ, നേരം വൈകി, പോകണ്ടേ? കണ്ടില്ലേ, രണ്ടുപേരും സെന്റിമെന്റ്സിലാ. വന്ദന ചേച്ചിയും വർഷയും തമ്മിൽ കണ്ടാ പിന്നെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല. ഇപ്പോഴും കഥയൊക്കെ പറയാൻ ബാക്കി വെച്ചിട്ടുള്ള വരവാ. കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോവാന്ന് ഞാൻ ചേച്ചിയോട് പറയായിരുന്നു. അതിനെന്താ, സന്തോഷം. എല്ലാരും കൂടി നിന്ന അതിലേറെ സന്തോഷം. അയ്യോ സോറി മോനെ, സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. എല്ലാവരും തിരക്കിലാ. ഇപ്പൊ പോയേ പറ്റൂ. നന്നായി, ഇത്രയും പെട്ടെന്ന് കെട്ടിയെടുത്ത അത്രയും നന്നായി. വിക്രം എന്തോ പറഞ്ഞല്ലോ. അല്ല, വന്ദന ചേച്ചിക്കാണ് ഏറ്റവും തിരക്കെന്ന് പറയുമായിരുന്നു. ഇപ്പോ ചേച്ചി തിരക്കുള്ള യുവജന നേതാവിന്റെ ഭാര്യയല്ലേ, ആ തിരക്ക് ചേച്ചിക്കും ഉണ്ടാവുമല്ലോ. അതൊന്നുമല്ല, ദീമോളെ പിരിഞ്ഞ് ഞാൻ കഴിഞ്ഞിട്ടില്ല. അവളെ ജഗനെ ഏൽപ്പിച്ചിട്ടാ ഞാൻ വന്നത്. എപ്പോഴാ പിടിവാശി തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ടെൻഷനിലാ ഞാൻ. വീട്ടിലാവുമ്പോ അവിടെ അമ്മയും സുചിത്രയടുത്തൊക്കെ ഉണ്ടല്ലോ. എന്താ അമ്മേ? നിന്നെയും ചന്ദ്രികയും പിരിഞ്ഞ് ഒറ്റ രാത്രി പോലും ഞാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് അപ്പടി സങ്കടമാ. എന്നാ ഇറങ്ങി പൊക്കിവിടതല്ലേ, ആരെങ്കിലും ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അമ്മ വിഷമിക്കാതെ. ഇവിടുത്തെ തണുപ്പ് സഹിക്കാനുള്ള ശേഷി അമ്മയ്ക്ക് ഉണ്ടാവുമെന്നുള്ള പേടി ഞങ്ങൾക്കുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ ഉടൻ തന്നെ വിളിക്കണം. ഞങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. അമ്മ പേടിക്കാതെ. അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാതെ ഇതുപോലെ ഇടവും വലവും നിന്ന് ഞാനും ഏട്ടനും സംരക്ഷിച്ചോളാം. അതെ, മുത്തശ്ശിയെ ഞങ്ങള് പൊന്ന പോലെ നോക്കിക്കോളാം. നിങ്ങള് സമാധാനത്തോടെ പോയിക്കോ. ശരി മോനെ, വാ. ശരി എന്നാ മക്കളെ. അമ്മേ, പോയിട്ട് തരട്ടെ. വാ മോളെ. അച്ഛമ്മേ ബൈ. മക്കളെ, എവിടെയാ എന്റെ മുറി? അത് അത് മതി, അത് കൊള്ളാം. AC ഉണ്ടല്ലേ? എന്റെ
ഏയ്, ഔ, മോളെ. മോള് കരയണ്ട, ഒന്നും സംഭവിച്ചില്ലല്ലോ. പേടിക്കാതെ മോളെ, ഒന്നുമില്ല, ഒന്നും പറ്റിയില്ല. എന്താ എന്താ ഇവിടെ? അയ്യോ അയ്യോ ഇതെന്താ ഇവിടെ എന്തു പറ്റി? മുത്തശ്ശ വിദ്യാന്റെ കമ്പി തട്ടി വീണതാ. ആ, ഒരു കുഴപ്പമില്ല, നന്നായി. ലോകമെടുത്തു മറിക്കുന്ന ഭാവത്തിലെ പോക്കും വരവും. ഇടി നിലത്ത് നോക്കി കിടക്കണം, മനസ്സിലായോ? എങ്ങനെയാ വീണത്? ഈ സ്റ്റെപ്പിൽ ആരോ കമ്പി വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാരാ ഇത് ചെയ്തത്? ഇതാരാ ചെയ്തെന്ന് ചോദിച്ചിട്ടില്ലടാ. ആ, എനിക്കറിയില്ല. മാനത്തെ കൊട്ടാരം